guys, it's me Ashwati and welcome back to our channel Mentortales. So നമ്മുടെ ഈ ഒരു ഇന്ത്യൻ റൈറ്റിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ 2 പോയം വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ദ ഗാർഡനർ എന്നുള്ളത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സെക്കൻഡ് വണ്ണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഗീതാഞ്ജലി. ഓക്കെ, ഗീതാഞ്ജലിയിലെ വേഴ്സ് 35 വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ. അതിലത്തെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ തന്നെ ഒരു വർക്കാണ്. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, let's get into the topic. ഓക്കെ, സോ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഈ ഒരു വർക്കിനാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അത്രയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഗീതാഞ്ജലി. അപ്പോൾ അതിലത്തെ 35ാമത്തെ വേഴ്സ് ദാറ്റ് ഇസ് വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊരു ചെറിയൊരു പോയാണ്. എനിവേസ് ഇത് ബംഗാളിയിൽ നിന്ന് ഈ ഒരു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ടാഗോർ തന്നെയാണ്. ഓക്കെ, സോ ബംഗാളിയിൽ ഇതിൻ്റെ ഈ ഒരു വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്നുള്ളതിൻ്റെ പേര് പ്രാർത്ഥന എന്നാണ്, വിച്ച് മീൻസ് പ്രെയർ. ഓക്കെ, ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ മെയിൻലി ഇത് ഒരു ദൈവത്തിനോടുള്ളൊരു പ്രാർത്ഥനയാണ് ഫോർ ദ ഫ്രീഡം ഓഫ് അവർ കൺട്രി. കാരണം ഇത് എഴുതുന്നത് 1912 ആ ഒരു ടൈമിലാണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നില്ല. ഓക്കെ, ഇന്ത്യ ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആ ഒരു ഇതിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടു ഹൂം ഇസ് ദ പോയറ്റ് ടോക്കിംഗ് ടു? ഓക്കെ, ആരോടാണ് പോയറ്റ് സംസാരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു പ്രെയർ ടു ഗോഡ് ആണ്. സോ ദ പോയറ്റ് ഇസ് ടോക്കിംഗ് ടു ഗോഡ്. ഹി ഈസ് മേക്കിംഗ് എ പ്രെയർ ടു ഗോഡ് ഫോർ വാട്ട്? ടു മേക്ക് ഹിസ് കൺട്രി എ ഹെവൻ ഓഫ് ഫ്രീഡം. തൻ്റെ കൺട്രീനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്വർഗമാക്കാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് ഗോഡിനോട് പറയുന്നത്. Okay, so the poet is talking to God. He's praying to God to make his country a heaven of freedom. Next question, what does narrow domestic walls refer to? നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്നുള്ളത് കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിലെ ആളുകളെ പല കാരണങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് കാസ്റ്റ്, ക്രീഡ്, അല്ലെങ്കിൽ റേസ്, അല്ലെങ്കിൽ സെക്സ്, റിലീജിയൻ, ലാംഗ്വേജ്, പല ബേസിസിൽ ആളുകളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് ഈ ഒരു നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്നുള്ളതുകൊണ്ട് റെഫർ ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണ്? ഇതൊക്കെ ഒരു മതിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആളുകളെ യൂണിറ്റി, അവരുടെ ഒരു ഒത്തൊരുമയിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന ഒരു വാളായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുന്നത്. സോ അതാണ് ഈ നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്നുള്ളതുകൊണ്ട് റെഫർ ചെയ്യുന്നത്. സോ നാരോ ഡൊമസ്റ്റിക് വാൾസ് റെഫർ ടു ദ various things that divide people of a country into different sections. Okay, so caste, creed, region, religion, language, political ideologies, these are some of the things that act like walls that prevents people from unity. Okay, next question, explain the line where tireless striving stretches its arm towards perfection. ഈ ഒരു ലൈൻ ഈ പോയത്ത് എന്നുള്ളതാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. വേർ ടയർലെസ് സ്ട്രൈവിങ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആം ടുവേർഡ്സ് പെർഫെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആളുകൾ അവർക്കുള്ള നോളജ് വെച്ചിട്ട് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ സയൻസിലും ടെക്നോളജിയിലും ഒന്നും ഇത്രയും പ്രോഗ്രസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവില്ലായിരുന്നു. നമ്മളിപ്പോഴും പെർഫെക്റ്റ് അല്ല. ഓക്കെ, നമ്മളിപ്പോഴും നമുക്ക് ഒരുപാട് കണ്ടുപിടിക്കാനും ഒക്കെ കിടക്കുന്നുണ്ട്. സോ വി ആർ നോട്ട് യെറ്റ് പെർഫെക്റ്റ്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? വർക്കിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഹാർഡായിട്ട് വർക്ക് ചെയ്യണം. വി ഷുഡ് നോട്ട് ഗെറ്റ് ടയേർഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർ ടയർലെസ് സ്ട്രൈവിങ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആം ടുവേർഡ്സ് പെർഫെക്ഷൻ എന്നുള്ളൊരു ലൈൻ കൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, if people had rested with the knowledge they had, there would have been no progress in the fields of science, technology and knowledge itself. We are not yet perfect. We must continue working hard without getting tired, so that we improve, so that we move forward in the direction or in the path of attaining perfection. Okay, അതാണ് അതിൻ്റെ ഒരു ആൻസർ. Next question, what does the line where words come out from the depth of truth mean? ഓക്കെ, വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്. ഈ ഒരു ലൈനിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കണേ. ഓക്കെ, അതായത് സത്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും വാക്കുകൾ വരണം, അങ്ങനെയാണ് ആ ലൈൻ പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കണേ. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളെപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കണം, നമ്മളെപ്പോഴും സത്യസന്ധരായിരിക്കണം, നമ്മളെപ്പോഴും സത്യങ്ങൾ പറയണം. ഓക്കെ, സോ നമുക്കറിയാം ഇന്ന് ലോകത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവർ പ്രിറ്റൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, സത്യം പറയുന്നത് മാതിരി അഭിനയിക്കും, എന്നിട്ട് നുണകൾ പറയും. ഓക്കെ, സോ പോയറ്റിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആളുകൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. സോ അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കണം.
ഓക്കെ, അവർക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കണം, നമ്മളെപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഹി മെൻ ബൈ ദിസ് ലൈൻ. Okay, so it means we should always be honest and tell the truth, but as we know, people often pretend and tell lies. Okay, so the poet wants people to be true. Okay, he want whatever the people say, it should come from the core of their heart. Okay, that is what the poet meant by with this line. Next question, why are habits compared to desert land? സ്വഭാവങ്ങളെ മരുഭൂമിയായിട്ട് താരതമ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹിയർ ഇൻ ദിസ് പോയം, ഈ ഒരു പോയറ്റ് നമ്മുടെ സ്വഭാവങ്ങളെ ഡെസേർട്ടായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ മരുഭൂമി എന്താ ചെയ്യുക? മരുഭൂമി എന്ന് പറയുമ്പോൾ ഒരു ഒഴുകുന്ന നദി, അതിനെ മരുഭൂമി തടസ്സപ്പെടുത്തുന്നുണ്ട് അല്ലേ? അതേമാതിരി തന്നെ നമ്മൾ പഴയ സ്വഭാവങ്ങളിൽ നിന്നും പുതിയതിലേക്ക് വരാൻ മടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രോഗ്രസ്സിലേക്ക് എത്താൻ പറ്റില്ല, നമുക്കൊരിക്കലും പുരോഗതി ഉണ്ടാവില്ല. ഓക്കെ, കാരണം എന്താണ്? ഇപ്പം നമ്മുടെ അറിവ്, നമ്മുടെ നോളജ് ഒരു റിവറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു പഴയ സ്വഭാവങ്ങൾ അത് ഒരു മരുഭൂമിയായിട്ട് അവിടെ നിൽക്കും. ഓക്കെ, അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഹാബിറ്റ്സിനെ ഡെസേർട്ടായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഹാബിറ്റ്സ് ആർ കമ്പയർഡ് ടു ഡെസേർട്ട് ലാൻഡ് ബിക്കോസ് ദ ഡെസേർട്ട് ലാൻഡ് ചെക്സ് ദ ഫ്ലോ ഓഫ് ദ സ്ട്രീം. Okay, so people who are not willing to come out of their old habits will never progress, as the flow of the stream of their knowledge gets lost in the desert of the dead habits. Okay, അപ്പോൾ നമ്മളെപ്പോഴും മുന്നോട്ട് പോകണം, പഴയതിൽ നിന്നും പുതിയതിലേക്ക് പുറത്ത് വരാൻ നമ്മൾ മടിച്ച് നിൽക്കരുത്. ഓക്കെ, അതാണ് ഇവിടെ ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ഷോർട്ട് എസ്സേ ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോയറ്റ് ഇംപ്ലൈ ബൈ എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ? ഓക്കെ, എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ എന്നുള്ളതുകൊണ്ട് പോയറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥാക്കുന്നത് എന്നാണ് ചോദിക്കണം. സോ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും എന്ത് ചെയ്യണം, മുന്നിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കണം. ഓക്കെ, പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുന്നതിനെ പറ്റി ചിന്തിക്കണം. അപ്പം നമുക്ക് മുന്നേ ഉള്ള ആളുകൾ അവരുടെ തോട്ട്സും ആക്ഷൻസും ഒന്നും വൈഡൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പറയുന്ന ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മളിപ്പോഴും എർത്ത് ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ സണ്ണാണ്, സണ്ണ് എർത്തിന് ചുറ്റുമാണ് കറങ്ങണേന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഗലീലിയോന് തൊട്ട് മുന്നേ വരെയുള്ള ആളുകൾ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. പിന്നീട് ഗലീലിയോ, അതുപോലെ തന്നെ കോപ്പർനിക്കസ് ആണ് ആദ്യമായിട്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് പറയുന്നത് ഏർത്തല്ല, സണ്ണാണ് സെൻറ്ററിൽ, ഏർത്ത് സണ്ണിന് ചുറ്റുമാണ് തിരിയുന്നതുള്ളത് കോപ്പർനിക്കസ് ആണ് പറഞ്ഞത്. പിന്നീട് ഗലീലിയോ അതുപോലെ തന്നെ കോപ്പർനിക്കസ് പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യപ്പെടുക ചെയ്തിട്ടുള്ളത്. സോ ഈ ആളുകളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ആക്ഷൻസ് അതൊന്നും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ ഓരോ പൊട്ടത്തരങ്ങൾ വിശ്വസിച്ചിരിക്കുകയായിരുന്നു അല്ലേ? സോ അതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും തിരിച്ചറിയാനും എല്ലാത്തിനും പറ്റുന്നത്. ഓക്കെ, സോ അവരുടെ തോട്ട്സും ആക്ഷൻസും വൈഡൻ ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ അവരുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് വൈഡൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഓക്കെ, സോ ഇന്നത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള എല്ലാ അഡ്വാൻസ്മെൻറ്റ്സും ഈ പറയുന്ന പല ആളുകളുടെയും അവരുടെ ചിന്തകളും അവരുടെ ആക്ഷൻസും ഒക്കെ അവർ ഒരുപാട് ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നത്തെ അഡ്വാൻസ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പോയിറ്റ് ഇംപ്ലൈ ബൈ എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, man should always think of moving forward to make progress. Okay, if people before us had not widened their thoughts and actions, we would have still thought that the earth is flat and the sun is going round the earth. People before Galileo thought just like that. But Copernicus for the first time in history said that earth is round and it is the earth that is going round the sun. Later Galileo proved that Copernicus was right. If these people had continued believing what others believed, then this fallacy would have continued. No one would have known the truth. So they had widened their thoughts and helped others to widen theirs. All the present advances in science and technology are the results of ever widening thoughts and actions. Okay, അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പോയറ്റ്സ് വേർഷൻ ഓഫ് ഹെവൻ ഓഫ് ഫ്രീഡം. ഓക്കെ, സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം എന്ന് പറയുമ്പോൾ പോയറ്റ് എന്തൊക്കെയാണ് കവിയുടെ ആ ഒരു ഭാവന, എന്തൊക്കെയാണ് കവിയുടെ ആ ഒരു വേർഷൻ എന്നാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു ഹെവൻ ഓഫ് ഫ്രീഡത്തിൽ പോയറ്റ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാവരുടെയും മൈൻഡിൽ ഭയം ഉണ്ടാവാൻ പാടില്ല, എല്ലാവരുടെയും തല പൊക്കി നടക്കാൻ എല്ലാവർക്കും സാധിക്കണം. പിന്നെ നോളജ്, എല്ലാവർക്കും നോളജ് ലഭിക്കണം. ഓക്കെ, പീപ്പിളിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഓൺ ദ ബേസിസ് ഓഫ് എനിത്തിങ്, ഒന്നിൻ്റെ ബേസിലും ഡിവിഷൻസ് ഉണ്ടാവരുത്, അവിടെ യൂണിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ലാംഗ്വേജ് ഇതിൻ്റെ ബേസിസിലൊന്നും പീപ്പിൾ ഡിവൈഡ് ചെയ്യപ്പെടരുത്.
ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും സത്യത്തിൻ്റെ വാക്കുകളായിരിക്കണം. ഡെപ്ത് ഓഫ് ട്രൂത്ത് എന്ന് വരുന്ന വാക്കുകളായിരിക്കണം. നമ്മൾ എഫേർട്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം ടു മേക്ക് തിങ്സ് പെർഫെക്റ്റ്. പിന്നെ റീസൺ, എപ്പോഴും എല്ലാത്തിനും ഒരു കാരണം, അത് പ്രിവെയിൽ ചെയ്യണം. അതൊരിക്കലും അന്ധവിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള റിച്വൽസിലോ നഷ്ടപ്പെട്ടു പോകരുത്. അതുമാതിരി തന്നെ ഈ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് ഹാബിറ്റ്സിൻ്റെ ഡെസേർട്ടിൽ ഒരിക്കലും സ്റ്റക്കായി നിൽക്കരുത്. ഓക്കെ, നമ്മുടെ മൈൻഡ് ദൈവം ഗൈഡ് ചെയ്യപ്പെടട്ടെ, അങ്ങനെ നമ്മുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് കൂടുതൽ വൈഡായിട്ട് പോകട്ടെ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഹെവൻ ഓഫ് ഫ്രീഡം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ പോയറ്റ്സ് വേർഷൻ ഓഫ് ഹെവൻ ഓഫ് ഫ്രീഡം എന്ന് ചോദിച്ചാൽ, ഇൻ ദ ഹെവൻ ഓഫ് ഫ്രീഡം ആസ് ദ പോയറ്റ് എൻവിസേജ്ഡ്, ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ക്യാൻ ബി ഹെൽഡ് ഹൈ. Their knowledge is free without any limits. In that heaven, there are no divisions among people as there is complete unity. People are not divided in the name of caste, creed, region or language. Their words come out of the depth of truth. Their efforts are made to make things perfect. Reason prevails and it is not lost among superstitions and wrong rituals. Reason flows like a clear stream without getting lost in the desert of mindless customs and conventions. There, the mind is guided by God, making it wider and deeper in thought and action. Okay, last ഒരു essay question, bring out the significance of the title of the poem. Okay, title of the poem, where the mind is without fear. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് കൊണ്ടുവരാനാണ് പറയുന്നത്. സോ ഗീതാഞ്ജലി 1912 പബ്ലിഷ് ചെയ്ത ടൈമിൽ നമ്മുടെ ഇന്ത്യ എന്തായിരുന്നു, ഫ്രീഡം കിട്ടിയിട്ടില്ല ഇന്ത്യക്ക്. ഇന്ത്യ ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ പീപ്പിളിന് എന്താണ്, പീപ്പിൾ ദേ ഹാഡ് നോ റൈറ്റ് ടു സ്പീക്ക്, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനോ എന്തെങ്കിലും ആക്ഷനോ ഒന്നിനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കതിനുള്ള ശിക്ഷ കിട്ടും. അവരെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യും, ഈവൻ കില്ല് ചെയ്യുക വരെ ചെയ്യും. ഓക്കെ, സോ ആ ഒരു ടൈമിൽ ആളുകളുടെ മനസ്സ് മൊത്തം പേടിയായിരുന്നു. ഓക്കെ, സോ ദിസ് ടൈറ്റിൽ ഷോസ് ദ ഡിസയർ. ഇതിൽ കാണിക്കുന്നത് അപ്പോഴത്തെ ആളുകളുടെ ഒരു ആഗ്രഹമാണ്, അതുപോലെ തന്നെ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയാണ്. അവരുടെ ഒരു ഭയമില്ലാത്ത മനസ്സായിട്ട് ജീവിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളൊരു പ്രാർത്ഥന. ദാറ്റ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ടൈറ്റിൽ. Okay, so the title of the poem, Where the Mind is Without Fear, and when Gitanjali was published in 1912, India was not free and it was under the British rule. So the people had no freedom to free thought and action. If they said something against the British government, they would be arrested or even killed. Okay, so the mind of the people at that time was filled with fear. This title shows the desire and the prayer of the poet to see his country to be a place where the mind of the people is without fear. Okay, അതാണ് ഈ ഒരു ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ലോങ് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, Jawaharlal Nehru once said, as long as there are tears and suffering, so long our work will not be over. And so we have to labor and to work hard to give reality to our dreams. Those dreams are for India, but they are also for the world. How far does Tagore's vision of freedom and Nehru's words complement each other? ഇതാണ് ഒന്നാമത്തെ ലോങ് എസ്സേ ഇതിൽ ചോദിക്കണേ. അതായത് ജവഹർലാൽ നെഹ്റു ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് കണ്ണുനീരും അതുമാതിരി തന്നെ വേദനയും ഉള്ളിടത്തോളം കാലം നമ്മുടെ ജോലി തീർന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം വേണ്ടിയിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെഹ്റു പറഞ്ഞ കാര്യത്തിനോട് ടാഗോറിൻ്റെ ഈ ഒരു ഹെവൻ ഓഫ് ഫ്രീഡം എന്നുള്ള കോൺസെപ്റ്റ് എത്രത്തോളം യോജിച്ച് പോകുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് പറയാം, ടാഗോറിൻ്റെ ഹെവൻ ഓഫ് ഫ്രീഡം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. അതായത് മൈൻഡിൽ ഫിയർ പാടില്ല, ഹെഡ് ഷുഡ് ബി ഹെൽഡ് ഹൈ, ദെൻ നോളജ് ഫ്രീ ആയിരിക്കണം, പിന്നെ പീപ്പിളിൻ്റെ ഇടയിൽ ഡിവിഷൻസ് പാടില്ല, യൂണിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ എഫേർട്സ് വെച്ചിട്ട് എപ്പോഴും പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, റീസൺ എപ്പോഴും നിലനിൽക്കണം, അതൊരിക്കലും സൂപ്പർസ്റ്റിഷ്യൻസിൻ്റെ ഇടയിൽ പോകരുത്. നമ്മുടെ ഓൾഡ് ഹാബിറ്റ്സ് ഡെസേർട്ട് പോലെയാണ്, സോ അതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കരുത്. ഓക്കെ, സോ ആൻഡ് അവർ മൈൻഡ് ഗൈഡഡ് ബൈ ഗോഡ്, നമ്മുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഒക്കെ വൈഡൻ ചെയ്യണം. ഇതൊക്കെയാണ് ടാഗോറിൻ്റെ വിഷൻ. നെഹ്റു പറയുന്നത് എന്താ, സെയിം തന്നെയാണ്. നമ്മുടെ ലോകത്ത് മീൻസ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കണ്ണുനീരും അതുമാതിരി വേദനകളും ഉള്ളിടത്തോളം കാലം നമ്മുടെ വർക്ക് ഒരിക്കലും കഴിയുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരുടെയും ഈ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഡ്രീംസ് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ടാഗോറിൻ്റെ തോട്ട്സിൻ്റെ തന്നെ ഒരു എക്സ്പാൻഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? സോ നെഹ്റു പറയുന്നത് ഇവിടെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഫ്രീഡം അല്ല നെഹ്റു ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് നെഹ്റു ഇവിടെ പറയുന്ന ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഓപ്പൺ ചെയ്യാനും നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും, ഓക്കെ, ഒരാളെയും പേടിക്കാതെ നമുക്ക് പറയാനുള്ളത് പറയാനും കഴിയാവുന്ന ആ ഒരു ഫ്രീഡമാണ് നെഹ്റു ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, നമുക്ക് ഫ്രീഡം വേണം. അത് ആ ഒരു ഫ്രീഡത്തിലൂടെ ആർക്കും ടിയേഴ്സ് ഉണ്ടാവരുത്, സഫറിങ് ഉണ്ടാവരുത്. ഓക്കെ, നമുക്ക് ഇന്നും ഇന്ത്യയിൽ ഒരുപാട് പേര് സിക്ക്, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. സോ വി ഹാവ് ടു ഫൈറ്റ് ഫോർ ഫ്രീഡം ബൈ വിച്ച് എവറി ഇന്ത്യൻ ഇസ് ഹാപ്പി. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ 3 എസെൻഷ്യൽ, ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്ത്, ഈ 3നോട് ആക്സസ് കിട്ടണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷനോടുള്ള ഒരു ആക്സസ് കിട്ടണം. സോ ഇങ്ങനെയുള്ള ഫ്രീഡമാണ് ഇവിടെ നെഹ്റു ഉദ്ദേശിക്കുന്നത്. സെയിം ഫ്രീഡം തന്നെയാണ് ടാഗോറും ഉദ്ദേശിക്കുന്നത്. സോ ദെയർ ഐഡിയാസ് ആർ കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ. അപ്പോൾ ആ 2 കാര്യം കൂടെ പറയാൻ പറ്റും. പിന്നെ അതിൽ ലോങ്ങസ്റ്റ് ആയിട്ട് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എസ്സേ ഓൺ യുവർ ഐഡിയ ഓഫ് ഫ്രീഡം. നമ്മുടെ ഐഡിയ ഓഫ് ഫ്രീഡം എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി ഒരു എസ്സേ എഴുതാനാണ്. അത് ഇൻഡിവിജ്വൽ, നമ്മളെല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമുക്ക് എല്ലാതും പറയാൻ പറ്റും. ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിൽ എന്താണ്, അങ്ങനെ ഒരു ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ ലോങ്ങസ്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ. അപ്പോൾ ഇതോടെ നമ്മുടെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്ററത്തെ 2 പോയം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സരോജിനി നായിഡുവിൻ്റെ കൊറോമാൻഡൽ ഫിഷേഴ്സ് എന്നുള്ള ഒരു പോയട്രിയാണ്. ഓക്കെ, അപ്പോൾ അതായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനലിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.